സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ഫാഷൻ്റെ കാര്യത്തിലും ദുബായെ വെല്ലാൻ ഇപ്പോൾ ലോക നഗരങ്ങളിൽ ആരുമില്ല. അത്രയ്ക്കുണ്ട് ദുബായിയുടെ വളർച്ച. ബ്യൂട്ടി വേൾഡ് എന്ന പേരിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന പ്രദർശനം ഏറെ ഹൃദ്യമായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് സൗന്ദര്യവർദ്ധ വസ്തുക്കൾ പരിചയപ്പെടുത്താനും പുതിയ ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും പരിചയപ്പെടുത്താനും ഇവിടെ എത്തിയത്. വിൽപ്പനയും പ്രദർശനവും നടന്നു ബ്യൂട്ടി വേൾഡിൽ. ബ്യൂട്ടി വേൾഡിലെ ചില കാഴ്ചകളാണ് അറേബ്യൻ സ്റ്റോറീസിൽ ഇനി. ഇന്ത്യയുടെ ചന്ദനത്തിരിയും ഹെന്നയും മുതൽ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ലേസർ ഉപകരണം വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ബ്യൂട്ടി വേൾഡ് പ്രദർശനത്തിൽ അണിനിരന്നു. അടി മുതൽ മുടിവരെയുള്ള സൗന്ദര്യവർദ്ധനവിനുള്ള ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളുമാണ് 3 ദിവസം നീണ്ടുനിന്ന ബ്യൂട്ടി വേൾഡിൽ അണിനിരന്നത്. ഇവിടെ നടന്ന തത്സമയ കേശാലങ്കാരം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെയും ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെയും മുഖം തലയിൽ വരച്ചിട്ട കാഴ്ച ഏവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. മുഖത്തെ ചുളിവുകൾ മാറ്റി യുവത്വം വീണ്ടെടുക്കാനുള്ള ലേസർ സാങ്കേതിക വിദ്യ ഏറെ പേരെ ആകർഷിച്ചു. ബ്യൂട്ടി പാർലറുകളിൽ കയറിയിറങ്ങാതെ സ്വന്തം നിലയിൽ കാര്യങ്ങൾ നടത്താനുള്ള ചെറു ഉപകരണങ്ങളുടെ നീണ്ട നിര തന്നെ ബ്യൂട്ടി വേൾഡിൽ ഉണ്ടായിരുന്നു.
സൗന്ദര്യ ലോകത്തെ പുതിയ കണ്ടുപിടുത്തങ്ങളും സേവനങ്ങളും പരിചയപ്പെടാനും അവതരിപ്പിക്കാനുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-കണക്കിന് ആളുകളാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ബ്യൂട്ടി വേൾഡ് പ്രദർശന വിൽപ്പന മേളയിൽ എത്തിയത്. വിമാനങ്ങളുടെ വരവിലും പോക്കിലും യാത്രക്കാരുടെ എണ്ണത്തിലും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിലെ മികച്ച വിമാനത്താവളം തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഇഷ്ടപ്പെടുന്ന വിമാനത്താവളമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം മാറിയിരിക്കുന്നു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ എയർപോർട്ട് പ്രദർശനം നടന്നു. വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട പ്രദർശനമായിരുന്നു ഇത്. വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ മുതൽ എല്ലാ സംവിധാനങ്ങളും പരിചയപ്പെടുത്തുന്ന ഒരു പ്രദർശനമായി ദുബായ് എയർപോർട്ട് ഷോ മാറി. മിഡിൽ ഈസ്റ്റിലെ വ്യോമയാന മേഖല അതിവേഗമാണ് വളരുന്നത്. അതിനൊപ്പം നീങ്ങാൻ വിമാനങ്ങളിലും സാങ്കേതികതയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കൂടുതൽ നിക്ഷേപങ്ങൾ ഉണ്ടാകണം. നൂതനമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ദുബായ് കണ്ടെത്തണം. എയർപോർട്ട് ഷോ ഇതിനെല്ലാമുള്ള വേദിയാണെന്ന് ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചെയർമാനും ദുബായ് വിമാനത്താവളങ്ങളുടെ ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് പറഞ്ഞു. ബാഗേജ് കൈകാര്യം ചെയ്യാനുള്ള പുതിയ സംവിധാനം, കസ്റ്റമർ സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സ്മാർട്ട് ടെക്നോളജി തുടങ്ങിയ വിവിധ കമ്പനികളുടെ പുതിയ ഉൽപ്പന്നങ്ങളുടെ പരിചയപ്പെടുത്തൽ കൂടിയായി എയർപോർട്ട് ഷോ മാറി. അൻപത് രാജ്യങ്ങളിൽ നിന്നായി 300 അന്താരാഷ്ട്ര കമ്പനികളാണ് ദുബായ് എയർപോർട്ട് ഷോയിൽ പങ്കെടുക്കുന്നത്. വിമാനത്താവളങ്ങളുടെ സുരക്ഷ, വർദ്ധിച്ചുവരുന്ന യാത്രക്കാരുടെ ബാഹുല്യം കൈകാര്യം ചെയ്യാനുള്ള പുതിയ സജ്ജീകരണങ്ങൾ, സാങ്കേതികതയുടെ സഹായത്തോടെ മികച്ച സേവനങ്ങൾ ഒരുക്കൽ തുടങ്ങിയവയാണ് എയർപോർട്ട് ഷോ ലക്ഷ്യം വെച്ചത്.